ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ മോസ്കോയിലേക്ക് പോവുകയാണ്. നോമ്പുതുറ ഇവിടുത്തെ പള്ളി. അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ അവിടെ എങ്ങനെയുണ്ട് നോമ്പുതുറ. ആദ്യമായിട്ടാണ് നോമ്പുതുറയ്ക്ക് പങ്കെടുക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് നോക്കാല്ലേ. പള്ളി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണാനുണ്ട്. എൻട്രൻസ് എന്ന് പറഞ്ഞാലേ ശരിക്കും അപ്പുറത്തോണ്ട് വണ്ടി നിർത്തിയിട്ട് ഇഫ്താർ വിരുന്നിലേക്കുള്ള ആൾക്കാരാണ് ഈ പോണതൊക്കെ. നിറയെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതിൽ നമ്മളൊന്ന് പങ്കെടുക്കാനായിട്ടൊന്ന് പോകുന്നു നേരത്തെ തന്നെ അല്ലേ. താനുവിന്റെ കൂടെ ഞാൻ ഇഫ്താർ വിരുന്നിന് പോകുന്നതാണ്. അതെ, അത് നോക്കിയിട്ട് മതി. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനും. ഇത് നേരെ പള്ളിയുടെ അങ്ങോട്ട് കാണാനുള്ള ത്രില്ലില് കാണാനുള്ള കേറിപ്പോക്കെ. അയ്യോ, ഫുഡ് അവിടെയൊക്കെ നിരത്തി വെച്ചല്ലേ. ശരാ ഇങ്ങോട്ട് ഫാമിലി ഇങ്ങോട്ട് അത്ര എല്ലാരും ഫുഡിന്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കണത്. ഈ പറമ്പ് മൊത്തം എന്നിട്ട് അവിടെ എല്ലാം നല്ല ടയർപ്പായതാ വിരിച്ചും കൊണ്ട് നടക്കണു. തനു കളിക്കാൻ കണ്ടത്. തനു ഇവിടെ വാ. ഏയ്, നടക്കാൻ വയ്ക്കുന്ന ആളാണ് മുട്ടെത്തി പോയത്. ഓൻ പോയിട്ട് വരട്ടെ കണ്ണ. പോയി ശ്രീ നടു കൂടെ പോയി. ശ്രീ നടു കൂടെ. തനു എങ്ങോട്ടാ പോണേ? നല്ല സൗകര്യം കിട്ടിയെന്ന് പോവാന്. അതിന്റെ ഇടയിൽ കൂടെ പോയത്. ആളില്ലേലും വേണ്ടില്ല അല്ലേ. പോണു. ആഗ്രഹല്ലേ. തനുവിന് നല്ല രസമാണ്. പാർക്കാന്ന വിചാരം. അവരാണ് നല്ല നോട്ടം നോക്കിയിരിക്കുന്നത്. അവിടെ ഇരുന്നോട്ടെ, നോക്കിയിട്ട് ഇളക്കണ്ട. അവിടെ ഇരുന്നോട്ടെ. തനുവിന് പറ്റിയ ആൾക്കാർ. അവരോട്ട് ഓനോടൊന്നും ചോദിക്കുന്നില്ല. ശ്രീമോളെ നല്ല ഭംഗിയുണ്ട്. മഞ്ഞയായിട്ടും കൂടെ ഒക്കെ നല്ല മഞ്ഞ കളർ അല്ലെ. അങ്ങോട്ട് ആ മഞ്ഞ കളറ്. പള്ളിയുടെ ചിത്രമൊക്കെ ഉണ്ടല്ലോ ശ്രീമോളെ ഇതിനല്ലേ. തനു ഇന്ത്യയിൽ ഫോൺ കിട്ടിയപ്പോൾ തനു കൂടെ അടുത്തേക്ക് വന്നപ്പോ അതൊക്കെ ഉണ്ടായി. തനു ഇതിൽ നല്ല കളിയിലാണ്. ഓൻ അപ്പുറത്തെ ആൾക്കാരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഓൻ അവരെ നോക്കുന്നുണ്ട്. ഇവരെ ഇഷ്ടമാണ്. ഇവരെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് തനു. തനുവിനോടൊന്ന് മിണ്ടിയാൽ മതി. തനു അതാ പോക്ക് തുടങ്ങി. തനു അത് അങ്ങോട്ട് പോക്ക് തുടങ്ങി. തനുവിനോട് മിണ്ടുന്ന കാണാനല്ല. അതാണ് ഇപ്പോൾ തനുവിന് പ്രശ്നം. മിണ്ടിയ പോകാൻ ഇടയ്ക്ക് പോവാന്നുള്ള പ്ലാനിൽ വന്നത്. ഇളേനെ ഇഷ്ടപ്പെട്ടിരിക്കണേ. ഇങ്ങനെ എന്താ കാണിക്കണമെന്ന് കാണാം നമുക്കല്ലേ. ഭക്ഷണം കഴിക്കാതിരിക്കണതിൻ്റെ ഇടയിൽ നിന്നാണ്. എന്താണ് പൊക്കോ. അവര് നല്ല സംസാരത്തിലാണ്. അപ്പൊ താനും അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇതൊന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. എന്തല്ലേ, എത്ര ജനങ്ങളാണ് ഇവിടെ വന്നിട്ട്. കാണാനും നല്ല രസം. വഴിയിൽ കൂടെ ഒക്കെ ആൾക്കാരൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കിയത്. വഴി കൂടെ ഒക്കെ വിരിച്ചവർ അവിടെയൊക്കെ തന്നെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കാൻ നോക്കുകയാണ്. എല്ലാം ഭക്ഷണം ആൾക്കാർ അത്രയും വരുന്നുണ്ട്. ഏതായാലും ഇതിൽ വന്ന് പങ്കെടുക്കാനൊരു വിധി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ പങ്കെടുക്കും. ഇത്രയും ജനങ്ങളുണ്ട് ഇവിടെ. തട്ടക്കെട്ടാലേ ഇത് വരാൻ പറ്റും. കാണാൻ തന്നെ എന്താ രസമല്ലേ. അടിപൊളി ഇഫ്താർ വിരുന്നാണ്. ഇന്നും ഈ നോമ്പ് കഴിയും വരെ ഇവിടെ എങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞത്.
ഇതാണ് കേട്ടോ ഫുഡ് നിരക്കുന്ന ആൾക്കാർ കണ്ട എല്ലാവരും ഒരു കാക്കി ഷർട്ടൊക്കെ ഇട്ടിട്ട് ടീഷർട്ടാണ്. അങ്ങനെ എല്ലായിടത്തും കൂടി അവരൊക്കെ ഇങ്ങനെ ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വന്നു റീമോളെ ഫുഡ് തുറക്കൂ തുറന്ന എന്തൊക്കെയാണ് കാണാൻ. കളർ കുറവുണ്ടല്ലോ ഫോണിൽ. ബിരിയാണി റൈസാണ് എന്തോ സാലഡ് ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. വിശക്കണേന് ഇഷ്ടം പോലെ കഴിക്കാണ്ട്. തുറക്കുമ്പോ കാണാൻ ആപ്പിള് ഇതില് ഡേറ്റ്സ് ഒക്കെ ആയിരിക്കും. ഈ കവർ തുറന്നതിൽ വേറെ വെള്ളം. ഇതില് ജ്യൂസ് ഉണ്ട്, ലെമനപ്പ് ഉണ്ട്, വെള്ളം ഉണ്ട്. താനു അതാ നോക്കിയിരിക്കുന്നു. തനുവിനെ എന്തോ വേണം. ഈ നോമ്പ് തുറ സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് വരുന്ന ആൾക്കാരൊക്കെ അവർ അവിടെ ഇരുത്തി വൃത്തിയിലിരുത്തി എല്ലാവർക്കും ഭക്ഷണം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തിക്കും തിരക്കോ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും സേഫായിട്ട് വന്നു. അങ്ങനെ ഒരു പ്രശ്നങ്ങളെ ഇവിടെ കാണാനില്ല. നല്ലൊരു സന്തോഷം തോന്നുന്നത് കാണുന്നു. ജനങ്ങളത് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എവിടേക്കൊക്കെയാണ് ആൾക്കാർ പോയിരിക്കുന്നത് പറയാൻ വയ്യ. അത്രയുണ്ട്. നല്ല ജോലിക്കാരിതാ ഇവരിവിടുന്ന് ബക്കറ്റിലൊക്കെ നിറച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കും. അതൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാവർക്കും കൊണ്ടേ വെച്ച് കൊടുക്കണം. ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് ഇതെല്ലാം കൊടുത്ത് അവർ റെഡിയാക്കി ഇരുത്തുക എല്ലാവരും ഇവിടെ. അങ്ങനെ സമയമായി തുടങ്ങി. കണ്ട എല്ലായിടത്തും ആൾക്കാർ ഫില്ലായി. നല്ല അസ്തമ സമയം. നല്ലൊരു സമയമാണ്. 6:20 നോമ്പ് തുറ. എല്ലാവരും വന്നിരുന്നതാ ഫില്ലായി ഭക്ഷണം കഴിക്കാൻ.